ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തുണികൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഷെൽഫ്. ഇതിലാദ്യം തന്നെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങാം. അവിടെ കുർത്തകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ബാസ്ക്കറ്റിൽ ചൂടി ബോട്ടം അതുപോലെ പാൻറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡോറുമ്മ ഒരു ഹാങ്ങറുമ്മ ഷോളുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വലിക്കുന്ന ഷെൽഫിൽ സോക്സുകൾ ടവലുകൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെയുള്ള രണ്ട് ഷെൽഫിലും സാരികളാണ്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ജീൻസും അതിൻ്റെ ടോപ്പുകൾ, പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് അതിൻ്റെ തൊട്ട് താഴെ. പിന്നെ പഴയ ബാഗുകളിലായിട്ട് തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അധികം നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളാണ് ആ ബാഗുകളിൽ ഞാൻ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര ഡ്രസ്സുള്ളോ, എന്തൊരു കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ അധികം ഡ്രസ്സുകൾ മേടിക്കാറില്ല. എന്തെന്ന് വെച്ചാൽ കുറേ മേടിച്ച് ഇടാതെ വെക്കുന്നതിൽ നല്ലത് നമുക്ക് ഇഷ്ടമുള്ളത് കുറച്ച് വെക്കുന്നതാണല്ലോ. ബാക്കി ഞാൻ ഉപയോഗിക്കാതെ വരുന്ന ഡ്രസ്സുകൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിച്ചോട്ടെ, നമ്മളിത് വെറുതെ എടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഷെൽഫിൽ കുർത്തകളും അതിൻ്റെ പാൻറ്റ് പിന്നെ ഷോള് അപ്പോൾ ഒക്കെ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇടും. സെറ്റായിട്ട് ഞാൻ അങ്ങനെ തയ്പ്പിച്ച് മേടിക്കാറില്ല അധികം. പിന്നെ ഷോള് ഞാനിതുപോലെ ഒരു ഹാങ്ങർ ഷെൽഫിൻ്റെ ഡോറുമേ തൂക്കിയിട്ടേക്കാണ്. എന്നിട്ട് ആ ഷോളുകൾ ഷിഫോണിൻ്റെ ഷോളുകളല്ലാതെ ഇതുപോലെ നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ കയറ് പോലെ പിരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഷോള് ഓർഗനൈസ് ചെയ്യാൻ വേറൊരു ഹാങ്ങർ ഉണ്ട്. അത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. റിങ് പോലെയാണ് അതുമുള്ളത്. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കണതും ഒക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഷോളുകൾ ഇതുപോലെയും നമുക്ക് വയ്ക്കാം. പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മിനിമം ഒരു എമൗണ്ട് ഡ്രസ്സ് വയ്ക്കുള്ളൂ. അപ്പോൾ അത് വീട്ടിലിടാൻ കുറച്ച് നൈറ്റികളും ഞാനിടുന്ന നൈറ്റ് ഡ്രസ്സുകൾ ഒരു ബാസ്ക്കറ്റിൽ നൈറ്റി. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഞാൻ പറഞ്ഞല്ലോ ബാഗുകളിൽ ഞാൻ അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ മടക്കി ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സ് കുറവായതുകൊണ്ട് എനിക്ക് ഷെൽഫിൽ എൻ്റെ എല്ലാ സാധനങ്ങളും കൊള്ളും. അടുത്തതായിട്ട് എൻ്റെ ജീൻസും അതിൻ്റെ ടോപ്പുകളും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ടോപ്പുകളല്ലാതെ ഞാനിതുപോലെ ബാസ്ക്കറ്റിലാണ് മടക്കി വെച്ചിരിക്കുന്നത്. ഇത് കോൺമാരി എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് മെത്തേഡാണ്. ഇതിങ്ങനെ നിങ്ങൾ മടക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ പേര് ഇതിനുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാനും പഠിച്ചത്. അപ്പോൾ ഇതുപോലെ ബാസ്ക്കറ്റുകളിൽ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും തിരിച്ചു വെക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനിതുപോലെ ബാസ്ക്കറ്റ് എടുക്കും, ടോപ്പ് എടുക്കും, അതിൻ്റെ ജീൻസ് അപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജീൻസും മാച്ചായിട്ട് എടുത്ത് അങ്ങനെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് കൂടുതലായിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി, ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പഠിപ്പിച്ച് തരാം. അപ്പോൾ ഇതാണ് സോക്സുകൾ, അതുപോലെ തന്നെ ടവലുകളൊക്കെ മടക്കി വെച്ചിരിക്കുന്നത്. ചെറിയ മോഡലും വലിയ മോഡലൊക്കെ സോക്സുകൾ പിള്ളേരുടെയാണ് കൂടുതലും. അപ്പോൾ അതല്ലാതെ ഇതുപോലെ മടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡിൻ്റെ ബോക്സുകളിലാണ് ടവൽ മടക്കി വെച്ചിരിക്കുന്നത്. സോക്സുകൾ ജസ്റ്റ് റോൾ ചെയ്തിട്ട് ഞാൻ അതും മടക്കി വെച്ചിരിക്കുകയാണ്. അത് കൂടുതലായിട്ട് ഇത് മടക്കണതിനെ പറ്റി ഞാൻ വീഡിയോസ് ഉണ്ടാക്കാം. ഞാൻ ചുരിദാറും നൈറ്റും മടക്കണ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ ഇത് കുട്ടികളുടെ ജീൻസും അതുപോലെ തന്നെ അവരുടെ ലെഗിങ്സ് അതിൻ്റെ ടോപ്പുകൾ അത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബാസ്ക്കറ്റുകളിൽ. അവർക്കും അത്രയധികം ഡ്രസ്സില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു ആവശ്യത്തിനുള്ള ഡ്രസ്സുള്ളൂ. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ചെറുതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ തീരെ ഇടാതൊക്കെ ആകുമ്പോഴേക്കും ഞാനത് ആവശ്യമുള്ളവർക്ക് അതെങ്ങനെയാ വെച്ചാൽ നോക്കിയിട്ട് അത് ഡൊണേറ്റ് ചെയ്യും. അതാണ് പതിവ്. അപ്പോൾ ഇത് അവരുടെ പാർട്ടി വെയർ ഉടുപ്പുകളൊക്കെ ഉള്ളത് ഞാൻ ഹാങ്ങറുമ്പോൾ തൂക്കിയിട്ടേക്കാണ്. അത് ഞാൻ അങ്ങനെ മടക്കി വയ്ക്കാറില്ല. അത് മടക്കി വെച്ചാൽ അത്ര വൃത്തിയിലിരിക്കുന്നില്ല. ഇതെൻ്റെ പാർട്ടി വെയർ ചുരിദാറുകളാണ്. അതായത് ഞാൻ കൂടുതലും ചുരിദാറാണ് ഉപയോഗിക്കുക. അനാർക്കലി ആ മോഡലൊക്കെ കുറേ വർക്കും അതൊക്കെ ഉള്ള മോഡൽ ചുരിദാർ തൂക്കിയിടുന്നതിലും നല്ലത്. ഇതുപോലെയുള്ള സാരി ബാഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കടകളിൽ മേടിക്കാൻ കിട്ടും. അപ്പം ഞാൻ നാട്ടിലധികം കണ്ടിട്ടില്ല ഇവിടെ. അത് ഞാൻ ഓൺലൈനിലാണ് ഞാൻ മേടിച്ചത്. അത് നമുക്ക് ഈസി ആയിട്ട് ഓൺലൈനിൽ പല മോഡലിൽ കളേഴ്സിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഷെൽഫ് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തുണികളൊക്കെയാണ് മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഞങ്ങൾ ഷെൽഫിൽ കുറേ സ്പേസ് ഉണ്ട്, തട്ടുകളില്ലാത്തതുകൊണ്ട്. കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, സബോളയൊക്കെ ഇടാനൊക്കെ, ആ സ്റ്റാൻഡ് ഞാൻ മേടിച്ചിരിക്കുന്ന കുട്ടികളുടെ വീട്ടിലുള്ള തുണികൾ അതിലാണ് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ കാണിച്ചല്ലോ ബാസ്ക്കറ്റുകളിൽ മടക്കി വെച്ചൊരു രീതി, ആ രീതിയിൽ തന്നെയാണ് മടക്കി വെച്ചേക്കണത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാരി ബാഗിനെ പറ്റിയിട്ട്, അതാണ്
ഞാൻ ഒന്നും കൂടിയും അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് ഓരോ പാക്കറ്റിൽ പോലെയാണ്, സിബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ സെറ്റ് ചുരിദാർ വെക്കാം. വേണമെങ്കിൽ 2 സെറ്റ് വെക്കാം. അധികം കട്ടിയില്ല ചുരിദാറാണെങ്കിൽ 2 നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം, പ്രശ്നമില്ല. ഞാനൊരു സെറ്റ് വെച്ചിട്ടുള്ളൂ, കാരണം എൻ്റെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതും വർക്കൊക്കെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് ഒരു സെറ്റാണ് വെച്ചിട്ടുള്ളൂ. ഇത് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ ടവലുകൾ മടക്കി വെച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഇത് ഞാൻ റോൾ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്ന ടവലുകൾ. ബെഡ്ഷീറ്റ്സും ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ മെത്തേഡിൽ തന്നെയാണ് മടക്കി വെച്ചേക്കണേ. സാധാരണ നമ്മൾ മുകളിലേക്ക് വെക്കുന്ന പോലെയല്ല. ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലാതെ കാണാനും എടുത്തിട്ട് തിരിച്ചു വെക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് മടക്കുന്നതെന്നുള്ള പറ്റിയൊരു കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ അല്ലാതും മടക്കുന്നത് കാണിച്ചു തരാം. സാരികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാരി ബാഗിൻ്റെ ഉള്ളിൽ വെക്കണേ. അധികം സാരി എനിക്കില്ല, ഉള്ളത് സാരി ബാഗിൽ ജസ്റ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെയ്ക്കും ബൈ ബൈ.